മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പുറം മുന്നിയൂർ സ്വദേശിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 4 പേരെ സമാന ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗോകുൽ വേണുഗോപാലുണ്ട് വിവരങ്ങളുമായി. ഗൂഗിൾ, കൊലയാളി അമീബ എന്ന് വിളിപ്പേരുള്ള ഈ മസ്തിഷ്ക ജ്വരം ആലപ്പുഴയിൽ 15-കാരൻ്റെ ജീവൻ എടുത്തതായിരുന്നു നമുക്കറിയാം. വീണ്ടും സംസ്ഥാനത്ത് ഈ മസ്തിഷ്ക ജ്വരം വന്നിരിക്കുന്നു. അപ്പോൾ ആർക്കൊക്കെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്? 5 വയസ്സുകാരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടല്ലോ. അതെ, ഈ 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ്. കുട്ടിയുടെ അവസ്ഥ ഗുരുതരമാണ് എന്നാണ് അറിയുന്നത്. മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിക്കാണ് ഇത്തരത്തിലുള്ള അത്യപൂർവമായ അമീബിക് മസ്തിഷ്കാജ്വരം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. മലപ്പുറം സ്വദേശിയാണ്. ഒരാഴ്ച മുമ്പ് കുട്ടി മലപ്പുറം മൂന്നിയൂരിലെ ഒരു പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു. ഇവിടെ നിന്ന് വൈറസ് ബാധ ഏറ്റതാകാമെന്നാണ് സംശയിക്കുന്നത്. കടുത്ത പനിയും തലവേദനയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ ആദ്യം സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് അവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മറ്റ് 4 പേരെ കൂടി ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടുകൂടി 4 പേരെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിശോധനാ ഫലമൊന്നും പുറത്തു വന്നിട്ടില്ല. 4 പേർ കൂടി ഇത്തരം ലക്ഷണങ്ങളുമായി ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കഴിയുന്ന അമീബ മൂക്കിൽ കൂടി തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴിയാണ് ഈ രോഗം പകരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റു രീതിയിലുള്ള ഈ രോഗം മറ്റു രീതിയിൽ പകരില്ല എന്നും അറിയുന്നു. ഇപ്പോൾ ഏതായാലും 5 വയസ്സുകാരി കുട്ടി വെന്റിലേറ്ററിൽ തുടരുന്നു. മറ്റു 4 പേരെ സമാന ലക്ഷണങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗോകുലൊപ്പം എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്? ഒപ്പം ഈ 5 വയസ്സുകാരിക്ക് എവിടെ നിന്നാണ് ഈ രോഗം പടരാൻ അല്ലെങ്കിൽ പിടിപെടാനുള്ള സാഹചര്യം എവിടെ നിന്നാണ് ഉണ്ടായത്? DMOയുമൊക്കെയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അറിയിപ്പുകൾ വരും മണിക്കൂറിൽ മാത്രം പുറപ്പെടുവിപ്പിക്കുമെന്നൊരു അറിയിപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ഫോണിൽ കൂടി അത്തരൊരു കാര്യം മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു രോഗം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അടിയന്തരമായ ഒരു യോഗം വിളിച്ചു ചേർക്കാനുള്ള ഒരു സാധ്യതയും അതിനോടനുബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ കുട്ടി മലപ്പുറം മൂന്നിയൂരിൽ ഒരു പുഴയിൽ കുളിക്കാൻ പോയിരുന്നു. ആ പുഴയിൽ കുളിക്കാൻ പോയ സമയത്താണോ ഇത്തരത്തിലൊരു രോഗം വന്നത് എന്നതൊരു സംശയം ഈ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. മൂന്നിയൂരിലെ പുഴയിൽ ഒരാഴ്ച മുമ്പായിരുന്നു ഇത്തരത്തിൽ കുട്ടി കുളിക്കാൻ പോയത്. അതിനുശേഷമാണ് കുട്ടിക്ക് ഇതിന് സമാനമായ രോഗലക്ഷണങ്ങളൊക്കെ പിടിപെടുകയും മലപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ആ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലിരിക്കെ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആ പുഴയിൽ നിന്നാണോ ഈ രോഗം പകർന്നത് എന്ന ഒരു സംശയം ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ശരി, എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരിക്കുകയാണ്. മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമാണ് ഈ 5 വയസ്സുകാരുടെ അവസ്ഥ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം മലപ്പുറം മുന്നിയൂർ സ്വദേശിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 4 പേരെ സമാന ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.